ഇന്ന് നമുക്ക് 3ds മാത്സിലെ ഗ്രൂപ്പിനെ പറ്റി നോക്കാം. ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഗ്രൂപ്പല്ല, ഇതെല്ലാം മീൻസ് വേറെ വേറെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഗ്ലാസും അതേപോലെ തന്നെ ഈ ഒരു ഫ്രെയിമും ഒരു ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസും ഫ്രെയിം സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അവിടെ ഗ്രൂപ്പ് ഉണ്ടാവും. ജസ്റ്റ് വേണമെങ്കിൽ നെയിം കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് ജസ്റ്റ് വെക്കുന്നുണ്ട്. നമ്പർ ഓഫ് കോപ്പീസ് 2 കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതെല്ലാം വേറെ വേറെ ഗ്രൂപ്പാണ്. ദെൻ ഇത് ഗ്രൂപ്പല്ല, ബാക്കിലുള്ള ഗ്രില്ലും ഗ്രൂപ്പല്ല. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഈ ഒരു ഗ്രൂപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതിനെ വേറൊരു ഗ്രൂപ്പാക്കി മാറ്റുകയും ചെയ്യാം. ഇനി നമുക്കിതിനെ അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അൺഗ്രൂപ്പ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അൺഗ്രൂപ്പ് കൊടുക്കുന്ന സമയത്ത് ഇത് ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പുകളെ അൺഗ്രൂപ്പ് ചെയ്യില്ല. അതായത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ അൺഗ്രൂപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ആ ഒരു ഗ്രൂപ്പിൽ അത് അൺഗ്രൂപ്പ് ചെയ്തു. പക്ഷേ ഈ ഗ്രൂപ്പെല്ലാം ഇപ്പോഴും ഗ്രൂപ്പ് തന്നെയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇനി നമുക്ക് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അൺഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് മൊത്തമായിട്ട്, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പും എല്ലാം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. സെലക്ട് ചെയ്തു, ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, സോ ഇതിനെ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ എക്സ്പ്ലോഡ് ഉണ്ടാവും. എക്സ്പ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വേറെ വേറെ ആയി നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഉള്ളിലുള്ള ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാം വേറെ വേറെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഓപ്പൺ ആണ്. അതായത് ഞാനിപ്പോൾ ഇത് മൊത്തം ഒരു ഗ്രൂപ്പാണ്, സെലക്ട് ചെയ്തു. ദെൻ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അവിടെ ഓപ്പൺ ഉണ്ടാവും. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താവും, നമ്മുടെ ആ ഒരു മെയിൻ ഗ്രൂപ്പ് അവിടെ ഓപ്പൺ ആവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഓരോന്നിനെയും വേറെ വേറെ വയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അപ്പോഴും അവിടെ എന്താണ്, ഈ ഉള്ളിലുള്ള ഗ്രൂപ്പുകളെല്ലാം അവിടെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. ഇനി അതിന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിലേക്ക് പോയിട്ട് ഓപ്പൺ കൊടുക്കാം. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലും പോയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനെല്ലാം പറ്റും. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിനെ നമുക്ക് പഴയ പോലെ തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അവിടെ ക്ലോസ് ഉണ്ടാവും. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പം ഈ ഒരു ഗ്രൂപ്പേ ക്ലോസ് ആവുള്ളൂ. മൊത്തമായിട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പിൽ വന്ന് വീണ്ടും ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ അൺഗ്രൂപ്പും എക്സ്പ്ലോഡും പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഈ ഗ്രൂപ്പിനെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കണം. അതായത് എനിക്കിപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് പിന്നെ ഫ്രെയിം ഓപ്പൺ ചെയ്ത് അങ്ങനെ പോകണ്ടേ. അതിന് പകരമായിട്ട് മൊത്തമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പിൽ വന്നാൽ അവിടെ ഓപ്പൺ റിക്കേഴ്സീവ്ലി ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി. നമുക്കിതുപോലെ ഓരോ പീസും വേറെ വേറെ ആയിട്ട് സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനെല്ലാം പറ്റും. നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അവിടെ ക്ലോസ് ചെയ്യാം. പക്ഷെ ക്ലോസ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയാണ്, ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ടി വരും. ആദ്യം ആ ഒരു ഗ്രൂപ്പിൽ ക്ലോസ് ആവുള്ളൂ, പിന്നെ അടുത്ത ഗ്രൂപ്പ്. ഇനി ഈ ഗ്രൂപ്പിൽ നോക്കാനുള്ളത് അറ്റാച്ച് ആണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ഒബ്ജക്റ്റിനെയും കൂടെ അറ്റാച്ച് ചെയ്യണമെന്നാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അറ്റാച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബോക്സിനെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തിനെയാണോ ഒരു ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ദെൻ നേരെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അറ്റാച്ച് കാണാം, അല്ലെങ്കിൽ Ctrl+U പ്രസ് ചെയ്യുക. ദെൻ നമുക്ക് ഏത് ഗ്രൂപ്പിലേക്കാണോ ഈ ഒബ്ജക്റ്റിനെ ആക്കേണ്ടത് ആ ഗ്രൂപ്പിനെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഇനി ഇതിനെ ഡിറ്റാച്ച് ചെയ്യാനാണെങ്കിലോ, അതായത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഇതിനെ എനിക്ക് ഒഴിവാക്കാനാണെങ്കിലോ, ജസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ദെൻ മെനു ബാറിൽ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിറ്റാച്ച് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ഗ്രൂപ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തിനെയാണോ ഡിറ്റാച്ച് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിറ്റാച്ച് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നാണല്ലോ ഡിറ്റാച്ച് ആവേണ്ടത്, അപ്പോൾ ആ ഗ്രൂപ്പിനെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രൂപ്പിനെ ജസ്റ്റ് പോയിട്ടൊന്ന് ക്ലോസ് ചെയ്തേക്കാം. സോ എന്തായിട്ടുണ്ടാവും, ആ ഒബ്ജക്റ്റ് മാത്രം ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.